അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد. സർവാദരണീയനായ അധ്യക്ഷൻ ശൈഖുന പയ്യക്കി ഉസ്താദ് അവറുകളെ, ആദരണീയ ഉലമാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അള്ളാഹു അവന്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും ബന്ധുമിത്രാദികളെയും പ്രസ്ഥാന ബന്ധുക്കളെയും നമ്മോട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തവരെയും നാം ഇഷ്ടപ്പെടുന്നവരെയും നമ്മെ പ്രിയമെക്കുന്നവരെയും നമ്മുടെ അഭ്യുദയകാംക്ഷികളെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നാം ഇവിടെ സമ്മേളനത്തിന്റെ നഗരി ഒരുക്കപ്പെട്ടിരിക്കുന്നത് ശംസുൽ ഉലമായുടെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളുടെ നാമധേയത്തിലാണ്. അല്ലാഹു മഹാനവറുകൾക്ക് നാളെ പാരത്രിക ലോകത്ത് ഉയർന്ന സ്ഥാനം നൽകി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൂടെ നമ്മെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. ഒരു നീണ്ട പ്രസംഗം ഇവിടെ നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധാപൂർവം കാത്തിരിക്കുന്നത് അഭിവന്ദനായ മുഹമ്മദ് രാമന്തളിയുടെ ടൗണിൽ തന്നെ ഒരു പ്രസംഗം അദ്ദേഹം വളരെ നീണ്ട രൂപത്തിൽ 1 മണിക്കൂർ നേരം തന്റെ അനുഭവ സമ്പത്തിൽ നിന്നുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന് ചാട്ടുളി പോലുള്ള പ്രയോഗങ്ങൾ നടത്തി പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അജയ്യമാക്കാൻ തന്റെ പങ്കാളിത്തത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വെട്ടിത്തുറന്നുള്ള ഒരു പ്രഭാഷണമാണ് അദ്ദേഹം കഴിഞ്ഞ വേദികളിലൊക്കെ നടത്തിയത്. കർണാടക സ്റ്റേറ്റിലും സമസ്തയുടെ വേദികളിൽ രാമന്തളിയുടെ വാക്കുകൾ കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ആളുകളെയോ ഏതെങ്കിലും സംഘടനകളെയോ അന്ധമായി എതിർക്കുക എന്ന യാതൊരു താല്പര്യവും നമുക്കില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ മനസ്സിലാക്കി സമസ്തയുടെ സത്യത്തെ ഉൾക്കൊണ്ട് ബാത്തുലിന്റെ വിഭാഗക്കാരെ അത് ബാത്തുലി പക്ഷമാണ് എന്ന് പറയാൻ തയ്യാറാകുന്ന ആർക്കും, മനം തുറന്ന് ഖൽബ് തുറന്ന് ഹക്കിന്റെ മേലിൽ നിലകൊള്ളാൻ താല്പര്യപ്പെടുന്ന ആർക്കും സമസ്തയുടെ വേദി ഒരുക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭീഷണികളും ഒട്ടേറെ എതിർപ്പുകളും ഉണ്ടായിട്ടും ഒറ്റക്ക് പാതിരാക്കി യാത്ര ചെയ്തുകൊണ്ട് പോലും ഒറ്റത്തടി എന്ന ഒറ്റയാം വിപ്ലവത്തിലൂടെ സമസ്തക്ക് സംഭാവന നിർവഹിക്കാൻ മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട രാമന്തളിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എനിക്കറിയാം നാടിന്റെ നാനാ ഭാഗങ്ങളിലും അദ്ദേഹത്തിനെതിരെ പല പ്രയോഗങ്ങളും പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീഷണിയുടെ സ്വരത്തിലാണ്.
അങ്ങനെയൊക്കെയാണെങ്കിലും സ്വന്തമായി സഹയാത്രികരില്ലാതെ സമസ്തയ്ക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ ഞാനതിന് തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട രാമന്തള്ളിയുടെ പ്രയാണം. പരിശുദ്ധമായ സമസ്തയെ പറയാൻ, ഹക്കിന്മേൽ നിലകൊള്ളാൻ അല്ലാഹു അദ്ദേഹത്തിന് നാവിന് ശക്തിയും കൽബിന് കരുത്തും ശരീരത്തിന് ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരുടെയും സമസ്തയുടെ ഉലമാക്കളുടെയും സമസ്തയിൽ നിന്നുകൊണ്ട് ഇന്നും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുലുലമയുടെയും അനുഗ്രഹീത, ഞാനൊരു നീണ്ട പ്രസംഗം ഇവിടെ നടത്തുന്നില്ല എന്ന് ഞാൻ ആമുഖമായി തന്നെ സൂചിപ്പിച്ചു. ഇരുജയുടെ സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷിക സമ്മേളനത്തിന്റെയും പ്രചരണമാണ്. ജാമിഅ നൂരിയ എന്നത് കേരളത്തിൽ മാത്രമല്ല, കർണാടക സ്റ്റേറ്റിലും തമിഴ്നാട് സ്റ്റേറ്റിലും തെന്നിന്ത്യക്കാകമാനം തന്നെ അനുഗ്രഹീതമായ ഒരു സ്ഥാപനമായി കഴിഞ്ഞ 50 വർഷത്തിലധികമായി ഉയർന്നു നിൽക്കുകയാണ്. ജാമിഅ നൂരിയുടെ ചതുർഭിത്തികൾക്കല്ല, അതിന്റെ ആശയത്തിന്റെ കാമ്പുകൾക്കാണ് വർത്തമാനം പറയാനുള്ളത്. ജാമിഅയുടെ കാമ്പസ് നൽകുന്ന സന്ദേശം അത് പുറം ലോകത്തിന്റേതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ഇസ്ലാമിക സമാജത്തെയും ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈലിമാരാണ് എന്ന് പറയുന്നത് അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കും. ഒരു കാലഘട്ടത്തിൽ വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്നുകൊണ്ട് മാത്രം ബിരുദം നേടി ക്ഷാമത്തിന്റെയും കാലഘട്ടത്തിൽ സ്വന്തം സന്താനങ്ങളില്ലാന്നിട്ട് നോക്കെത്താ ദൂരത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന തെങ്കുന്തോ പപ്പാടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിദ്യാർത്ഥിക്കൂട്ടത്തെ പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി പെരിന്തൽമണ്ണക്കടുത്ത പട്ടിക്കാട് സ്വദേശിയായ ബാപ്പു ഹാജി, ആ ബാപ്പുട്ടി ഹാജിയുടെ അദ്ദേഹത്തിന്റെ രക്തത്തിൽ പിറക്കാതെ പോയ മക്കളാണ്. 10,000 അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. സഹധർമ്മിണിമാർ ഉണ്ടായിട്ട് പോലും, ഒന്നിലധികം ഉണ്ടായിട്ട് പോലും ബഹുമാനപ്പെട്ടവർക്ക് ആ കുഞ്ഞിക്കാല് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് 1000 മക്കളെ സമ്മാനിച്ചത് അദ്ദേഹം കാണിച്ച സന്നദ്ധതയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളും ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളുടെയും PMS പൂക്കോയ തങ്ങളുടെയും ത്യാഗോജ്ജലമായ പ്രവർത്തനത്തിന്റെ പരിണിതിയുമായി ജാമിഅ ഉയർന്നു നിൽക്കുകയാണ്. ഒരു വടുവൃക്ഷം പോലെ തെന്നിന്റെ കാകമാനം എന്ന് തണലി വിരിച്ചുകൊണ്ടാണ് ജാമിഅ നിലകൊള്ളുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനമായ ആശയത്തിന്റെ പ്രചരണമാണ് പടക്കളത്തിൽ പടപെട്ടാൻ ആദർശത്തിന്റെ പടയാളികളെ പടുത്തുയർത്തിയ ഒരു കളരിക്കളമായി ജാമിഅ മാറാൻ സാധിച്ചു എന്നത്. ആദർശത്തിന് വേണ്ടി ഈ പ്രസ്ഥാനങ്ങളുടെ കോട്ടക്കൊത്തലങ്ങളെ കിടലഞ്ചു കൊള്ളിച്ചുകൊണ്ട് പടപെട്ടാൻ കരുത്തുറ്റ വാള് ആശയത്തിന്റെ കാമ്പായി ചേർത്ത പ്രസ്ഥാനമാണ് ജാമിഅ നൂരിയ. ആ ജാമിഅ അതിന്റെ ക്യാമ്പസിന്റെ അകത്ത് ഉയർന്നു വരുന്ന പണ്ഡിത മഹത്തുക്കളാണ് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ 4 ദിക്കിൽ വെച്ചുകൊണ്ടും അതിന്റെ പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഫൈലിമാരിലൂടെ ഈ സമൂഹത്തിൽ ഒരുപാട് ദഅവത്തിന്റെ മാർഗം കഴിവടി തോടുകളിലൂടെ പടർന്ന് പന്തലിച്ച് അല്ലെങ്കിൽ ഒഴുകപ്പെട്ടുകൊണ്ട് ഇന്നും വലിയ സന്ദേശമായി നിലകൊള്ളുകയാണ്. ആ ഫൈലി കഴിവടി തോടുകളുടെ നീരുറവയുടെ അഭയകേന്ദ്രം അല്ലെങ്കിൽ അതിന്റെ ഉറവ കേന്ദ്രം ജാമിഅ നൂരിയുടെ ക്യാമ്പസാണ്. അതിൽ നിന്നുകൊണ്ട് ആ ആശയത്തിന്റെ തെളിവള്ളങ്ങളാണ് കഴിവടി തോടുകളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ചണ്ടിച്ചവറുകളെ ക്ലീൻ ചെയ്തുകൊണ്ട്
നാടിന്റെ തെരുവീഥികളെ മലിമസപ്പെടുത്തിയ ചാലുകളെ മുഴുവനും കഴുകി ശുദ്ധമാക്കിക്കൊണ്ട് വിശുദ്ധിയുടെയും ത്യാഗത്തിന്റെയും സന്തോഷനിർഭരമായിരിക്കുന്ന നാളെ സമൂഹത്തെ സമർപ്പിക്കാനുള്ള ആശയ സമ്പത്തിനെ സമാഹരിച്ചുകൊണ്ടാണ് ജാമിഅ നൂരിയ അതിന്റെ 51 വർഷം പിന്നിട്ടത്. കഴിഞ്ഞ ഗോൾഡൻ ജൂബിലി അതിസന്തോഷത്തോടുകൂടി തന്നെ നമ്മളൊക്കെ ആഘോഷിച്ചു, ആചരിച്ചു, അനുഷ്ഠിച്ചു. ഈ വർഷം അതിന്റെ 51ാം വാർഷികമാണ്. 49ാം സനദ്ദാന സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപം പൊറുക്കപ്പെടുമെന്ന് ആദരണീയനായ വലിയുല്ലാഹി തർപ്പനച്ച് ഉസ്താദ് നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചത് കേരളക്കരയിലെ, തമിഴ്നാട്ടിലെ, കർണാടകയിലെ മുസ്ലിം ജനസാമാന്യം ഇന്നും എന്നും ഓർക്കുന്നൊരു സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ജാമിയയിലേക്ക് പോകുന്നത്. ജാമിഅ നൂരിയുടെ പ്രചരണത്തിന് പ്രത്യേകിച്ച് ഒരു പ്രചരണത്തിന്റെ ആവശ്യമൊന്നുമില്ലെങ്കിലും ഇത്തരം സമ്മേളനങ്ങളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ബറക്കത്തെടുക്കുകയും ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 10,000-കണക്കിന് ഫൈലിമാരാണ്. ഭൗതിക തലങ്ങളിലേക്കും ഇന്ന് ജാമിഅ നൂരിയ പ്രവേശിച്ചിരിക്കുന്നു. പട്ടിക്കാട് MEA എഞ്ചിനീയറിംഗ് കോളേജ് എന്ന സ്ഥാപനം തലവിരി പിരിക്കാനും പണത്തിന്റെ പളപളപ്പുകളിൽ മുമ്പിൽ മാത്രം അഡ്മിഷൻ നൽകപ്പെട്ടുകൊണ്ട് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ധാർമ്മികതയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് സമുദായത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹത്തിന്റെ നിരാലംബരായ ആളുകളെയും ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായ സൗകര്യത്തോടെയും സൗജന്യ പഠനത്തോടെയും അവർ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഇന്ന് ജാമിഅ കേരളത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജ് എന്ന ഖ്യാതി നേടാൻ സാധിച്ചു എന്ന് കേരളത്തിന്റെ CM ഉമ്മൻചാണ്ടി പരസ്യമായി പറഞ്ഞത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പെയാണ്. അത് ജാമിഅയുടെ അനുഗ്രഹമാണ്. അതുകൊണ്ട് അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു സമ്മേളനം കർണാടക സ്റ്റേറ്റിന്റെ സ്ഥിരാകേന്ദ്രമായി ഒരു പ്രചരണം ഇവിടെ നടത്താൻ മുന്നോട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ SKSSFന്റെ സുഹൃത്തുക്കളെ, ജാമിഅയുടെ പ്രചാരകരായ അതിന്റെ ക്യാമ്പസിന്റെ അകത്ത് പഠിക്കുന്ന സന്തതികളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ കർണാടകയിലെ അതിന്റെ പ്രധാന കാരണം കർണാടക സ്റ്റേറ്റിന് ജാമിഅ നൂരിയ നൽകുന്ന ഏറ്റവും അതിപ്രധാനമാണ്. കർണാടകയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു നേതാവില്ലാത്ത സമ്മേളനം ജാമിയക്ക് കഴിഞ്ഞു പോയിട്ടില്ല. നമ്മുടെ ബഹുമാന്യനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവും സുന്നത്ത് ജമാഅത്തിന്റെ ധീരപ്രവർത്തകനുമായ സയ്യിദ് സാഹിബ് ഇവിടെയുണ്ട്. ജാമിഅ നൂരിയയും പാണക്കാട് തങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ഒക്കെ ബന്ധം അഭേദ്യമാണ്. ആ രൂപത്തിൽ കർണാടക സ്റ്റേറ്റിനെ ജാമിഅ പ്രധാനമായി പരിഗണിക്കുകയാണ്. പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ട് പോലും അറബി ഭാഷയിലൊരു സെമിനാറിന് പ്രത്യേക സമ്മതം കൊടുക്കാതെ കന്നഡ ഭാഷയ്ക്ക് പ്രത്യേകം അവസരമൊരുക്കിയിട്ടുണ്ട് ജാമിഅ നൂരിയ. അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ കർണാടക സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണ് ക്യാമ്പസിൽ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമ്മേളനം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാരണം. തന്നെയുമല്ല, ഇന്ന് ലോകത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ ജോലി ചെയ്യുന്ന കർണാടക സ്റ്റേറ്റിലെ നമ്മുടെ പ്രവർത്തകരുണ്ടോ, അതോടൊപ്പം തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റിലെയും പ്രവർത്തകർ വിദേശ രാജ്യങ്ങളിലുണ്ട്. അവരൊക്കെ ഈ സംഭവം സമയം ലൈവായി കണ്ടും കേട്ടും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനവസരമൊരുക്കിയത് SKSSFന്റെ കർണാടക
കെയർ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ പ്രവർത്തകന്മാരാണ്. ഈ സമ്മേളനം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നതാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇത് ലൈവായി നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാ സ്ഥലങ്ങളിലും സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് നമ്മുടെ ഈ സമ്മേളനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ വിദേശത്ത് സൗദി അറേബ്യയിൽ, UAE-യിൽ, ഖത്തറിൽ, ഒമാനിൽ, ബഹ്റൈനിൽ, കുവൈറ്റിൽ, മലേഷ്യയിൽ തുടങ്ങി ലണ്ടൻ, അമേരിക്ക അടക്കമുള്ള പല പ്രദേശങ്ങളിലും ഈ വേദി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ അഭിനന്ദിക്കാൻ ഈ സമയം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെ ജോലി തിരക്കിന്റെ ഇടയിലും കിട്ടാവുന്ന ഒഴിവുകൾ മുഴുവനും പഠിക്കാൻ വേണ്ടി കേരള, കർണാടക SKSFന്റെ ക്ലാസ് റൂമുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അനേകായിരം പ്രവർത്തകർ പല വൃത്തികെട്ട അശ്ലീല ചിത്രങ്ങളും കണ്ടുകൊണ്ട് തന്റെ പ്രവാസ ജീവിതത്തിൽ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയ പ്രവാസി സുഹൃത്തുക്കൾ, അല്ലാഹുവേ നീ അവർക്ക് സുരക്ഷിതത്വം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ കണ്ടും ഈ ക്ലാസ് റൂമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാനെ. ജാമിയാനൂരിയ സമ്മേളനത്തിന്റെ പ്രചരണമെന്ന പോലെ തന്നെ സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണം കൂടിയാണിത്. പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേവലം ഒരു സംഘടന അല്ല. അതിന് സംഘടനാപരമായ ചട്ടക്കൂടുണ്ടായിട്ട് 56 കൊല്ലമായിട്ടേ ഉള്ളൂ എങ്കിലും അതിന്റെ 15 നൂറ്റാണ്ടിന്റെ ആശയത്തിന്റെ പഴക്കമുണ്ട്. വിശുദ്ധ ഖുർആന്റെ ദർശനമാണ് വിശുദ്ധമായ ഇസ്ലാം മതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനെ ജീവിതത്തിൽ പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തുകൊണ്ടാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയവും പടച്ച തമ്പുരാന്റെ അസ്സലാമു അലൈക്കും ദൈവത്തിൻ്റെ നെഞ്ചു വിരിച്ചുകൊണ്ട് നിൽക്കാനുള്ള കാരണം അത് അള്ളാഹുവിന്റെ ദർശനത്തെ പ്രചരിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ്. മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിന്റെ കാതലായ ഇബാദത്തിനെ നിർവചിക്കുന്നതിൽ നവീന പ്രസ്ഥാനക്കാർക്ക് പിഴവ് സംഭവിക്കാനുള്ള കാരണം
സ്വന്തമായ നിർവചനം അവർ കൊണ്ടുവന്നതുകൊണ്ടാണ്. സമസ്തയ്ക്ക് പിഴക്കാതിരിക്കാനുള്ള കാരണം സ്വന്തമായി നിർവചനം പറയാത്തതുകൊണ്ടാണ്. അത് പറയാത്തതുകൊണ്ടാണ് സമസ്തയുടെ ഏറ്റവും വലിയ സമ്പത്തെങ്കിൽ അത് തന്നെയാണ് ഖിയാമത്ത് നാൾ വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മലയാളത്തിന്റെയും കന്നഡയുടെയും പ്രവിശാലതയിൽ ഈ ഭൂമിയിൽ വെട്ടി തിളങ്ങി നിൽക്കും എന്നതിന്റെ നിദർശനം. അതിനെ ഒരാൾക്കും തകർക്കുക സാധ്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ലോകത്താകമാനം പടർന്ന് പന്തലിച്ചൊരു പ്രാസ്ഥാനികമായി നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത് ഈ ആശയത്തിൽ നിന്നുകൊണ്ടാണ് പലരും ഉൾക്കൊള്ളുന്നത്. ഉത്തരേന്ത്യയിൽ ചെന്നാൽ ഇസ്ലാമിന്റെ ബാലപാഠം പോലും പഠിക്കാത്തവർ, സൗദി അറേബ്യയിലെ ഹാഫിള പോലും ഫിഖ് പഠിച്ച മലയാളിയെ അഭിനന്ദിക്കാൻ കാരണമാകുന്നത് അത് സമസ്തയുടെ ആശയത്തിന്റെ സത്തയാണ്. ഇത് പൊളിച്ചെഴുതുക സാധ്യമല്ല. ഇത് സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ പിൻബലത്തിൽ കെട്ടിപ്പടുത്തതല്ല. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കാലഘട്ടത്തിലും തകർക്കപ്പെടാൻ കഴിയാത്തത് ഇത് ആശയത്തിന്റെ കാരിരുമ്പിനാൽ വാർത്തെടുക്കപ്പെട്ടതാണ്. ഇത് തീയിൽ മുളച്ച പ്രസ്ഥാനമെങ്കിൽ വെയിലത്തതിനെ വാട്ടിക്കളയുക സാധ്യമല്ല. ആരെങ്കിലും കടന്നു വന്ന് ആരെങ്കിലും പറയട്ടെ, ഈ പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ സാധിക്കുമോ? ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ ഈ ആശയത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. ഈ പ്രസ്ഥാനത്തെ കാണണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ഇസ്ലാം മതത്തെ പഠിക്കുന്നത് വ്യക്തിയിലൂടെ തന്നെയാകണം. വ്യക്തിയുടെ വിശുദ്ധി കൊണ്ട് തന്നെയാണ് പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ സാധിക്കുന്നത്. ആശയത്തിന്റെ വിശുദ്ധി അറിയാൻ പടച്ച തമ്പുരാൻ സൃഷ്ടിക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ കണ്ണാടി പടച്ച റബ്ബിന്റെ പ്രതീകങ്ങളായി അല്ലെങ്കിൽ പടച്ച തമ്പുരാന്റെ ഖലീഫമാരായി പടച്ച റബ്ബ് സൃഷ്ടിച്ച മനുഷ്യനാണ്. മനുഷ്യന്റെ ജീവിതത്തിലൂടെ വേണം പടച്ച റബ്ബിന്റെ ആദർശത്തെ കണ്ണാടിയിലൂടെ കാണാൻ. അത് കാണാൻ സമസ്തയിലൂടെ കഴിയൂ. കണ്ണീത്ത് ഉസ്താദിനെ കണ്ടാലും മഹാനായ ശംസുൽ ഉലമയെ കണ്ടാലും CH ഉസ്താദിനെ അറിഞ്ഞാലും ബഹുമാനപ്പെട്ട കാളബാട് ഉസ്താദിനെ മനസ്സിലാക്കിയാലും ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളെ മനസ്സിലാക്കിയാലും പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കാണാം. അടത്തെ പടച്ച തമ്പുരാന്റെ ഇസ്ലാം മതത്തിന്റെ കണ്ണാടി. അതിനെ കാണാൻ നമ്മൾ നായകന്മാരുടെ ജീവിതത്തിലേക്കാണ് പോകേണ്ടത്. ജീവിതത്തിൽ പകർത്താൻ നമ്മൾ എന്ത് കഴിയുന്നു? അവരെ കണ്ടാൽ തന്നെ മതി. അവരെ കൂടെ നടക്കുന്നത് രക്ഷപ്പെടുമെന്ന് ബോധ്യപ്പെടാൻ. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനായ കണ്ണീത്ത് ഉസ്താദ്, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാൻ ഒരുക്കം കൊടുക്കാത്ത മഹാനായ ശംസുൽ ഉലമ, ജീവിതത്തെ തന്നെ വിശുദ്ധിയോടുകൂടി കാത്തുസൂക്ഷിച്ച CH ഹൈദറോസ് ഉസ്താദ്, ബഹുമാന്യനായ മഹാനായ കാളമ്പാടി ശൈഖുന ഉസ്താദ് അവർകൾ, ഇങ്ങനെ എത്രയെത്ര മഹാരഥന്മാർ നടന്ന വഴിയാണിത്. അവർ നടന്നുപോയ കാൽപ്പാടം എത്രമാത്രം സുഭദ്രമാണ്. അവരുടെ കാലടികൾ എത്രമാത്രം അനുകരണീയമാണ്. അവരുടെ വിശുദ്ധമായ ജീവിതം എത്രമാത്രം നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് പോലെ പകർത്താൻ മാത്രം പ്രശുദ്ധമാണ്. ആ പരിശുദ്ധാത്മകതയിൽ വാർത്തെടുക്കപ്പെട്ട തേജസ്വികളുടെ ജീവിതമാണ് സമസ്തയുടെ ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്തിനപ്പുറത്ത് നമ്മൾ പോകേണ്ടത് ഭൗതികതയെ താലോലിക്കുന്നവരുടെ കൂടെയല്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സദഹുൽ അസീസ് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ പള്ളി ദർസിൽ വെച്ചുകൊണ്ട് സ്വഹീഹ് ബുഖാരി സബക്കെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ ഒരു വാക്കിനെ വിശദീകരിക്കാൻ വല്ലാതെ പാടുപെട്ടത്. അതിന് മറുപടി കൊടുക്കാൻ, വിശദീകരിക്കാൻ ഏതെല്ലാം പരതണമെന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ശൈഖുന കൊണ്ടുവരാൻ പറഞ്ഞു ഖസ്തല്ലാനി എന്ന് പറയുന്ന കിതാബ്. അതേപോലെ തന്നെ ഫത്ഹുൽ ബാരിയും കൊണ്ടുവരപ്പെട്ടു. അതിൽ കൊടുത്തിട്ടുള്ള ബയാൻ ഏകദേശം ശരിയാണെങ്കിലും അതിൽ പൂർണ്ണത പോരാ. അതങ്ങനെ പറഞ്ഞാൽ പോരാ, ഇനിയും വിശദീകരിക്കപ്പെടണമെന്ന് ബഹുമാനപ്പെട്ടവർക്ക് തോന്നിയപ്പോൾ 10 മിനിറ്റ് സമയമാണ് ശൈഖുന അവിടെ മൗനം പാലിച്ചത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് 10 മിനിറ്റിനിടയിൽ ഒരു മുട്ടുസൂചി നിലത്ത് വീണാൽ അതിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുകയില്ല. അത്രമാത്രം നിശബ്ദതയോടെ മുതഅല്ലിമീങ്ങൾ അത് ആസ്വദിച്ചതുകൊണ്ട് നിൽക്കുകയാണ്. സ്വഹീഹ് ബുഖാരിയുടെ ആ സംശയം, അതിൽ വന്ന ഒരു ഇബാറത്തിന്റെ സംശയം ബഹുമാനപ്പെട്ട ശൈഖുന തന്നെ മണിമുത്തുകൾ ഇട്ടിട്ട് വരുന്നത് പോലെ ഇറങ്ങി വന്നപ്പോൾ
പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ അത് എഴുതി കുറിച്ചെടുക്കുകയാണ്. ഒരു തൂണിന്റെ മറവിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, അദ്ദേഹവും അത് പെറുക്കിയെടുക്കുകയാണ്. അത് പിന്നീട് അദ്ദേഹം മറ്റൊരു കാല് മാറിപ്പോയെങ്കിലും ശംസുല്ലമ്മ കൊടുക്കാത്ത ആശയം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ശൈഖുന അല്പസമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ ഈ സംശയം തീർത്ത് തന്നതാരാ? ഈ 10 മിനിറ്റ് സമയം എന്നോട് ഈ കാര്യം പറഞ്ഞതാരാ? മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളാണ്. ഈ സദസ്സിൽ ഇമാം ബുഖാരി തങ്ങളാണ് ഇതുവരെ ഇരുന്നത്. നാളെ നിങ്ങൾ ഇവിടെ വരും. അപ്പോൾ എനിക്ക് മന്ത്രിക്കാനാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളെ കൊണ്ട്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന സബഖ് ചൊല്ലിക്കൊടുത്തത്. അതിന് സമാന്തരം പറയാൻ മറ്റെന്തും പിരിയുള്ളവർ പറഞ്ഞ വർത്തമാനാണ്. ഷിയാമാൻമാർ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. മറ്റാരുമല്ല, അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേവഗൌഡയാണ്. ദേവഗൌഡയോട് സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയ മഹാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പണ്ഡിതനെ സംബന്ധിച്ച് വാഴ്ത്തിക്കൊണ്ട് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ശംസുലമയോട് സംസാരിക്കുന്നുവെങ്കിൽ ആ ആത്മീയ തറവാട്ടിലേക്ക് ബസുറലിക്കുന്നതിന്റെ ദേവഗൌഡയുടെ കാരക്ക കയറ്റണ്ട എന്ന് അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇത് ബസറയാണ്. ഇവിടെ നിങ്ങൾ കാരക്ക കൊണ്ടുവരുന്നതിൽ അർത്ഥമില്ല. ഇത് ശംസുലമ്മയുടെ ആശയത്തിൽ കൊണ്ട് മുലപ്പാൽ കുടിച്ച മക്കളാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ദേവഗൌഡമാരെയോ CM ഇബ്രാഹിമാരോ പുത്തരിയല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ ആരെങ്കിലും ആക്ഷേപിക്കാനല്ല പറഞ്ഞത്. മദഹ് പറയുമ്പോൾ കേൾക്കുന്നത് പ്രബുദ്ധ സുന്നിയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കാനാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ആലിമീങ്ങൾ അവരെ തൊടുന്നതും അവർ നടന്ന വഴിയിലൂടെ നടക്കുന്നതും അവരുമായി ജീവിതം പങ്കുവഹിക്കുന്നതും പുണ്യമെന്ന് വിശ്വസിക്കുന്നവരാ നമ്മളൊക്കെ. ഇവിടെ കടന്നു വന്നവരാവട്ടെ, ബഹുമാന്യനായ രാമന്തളി ഇവിടെ സവിസ്തരം പറയാനിരിക്കുകയാണ്. മുടിയാട്ടം കൊണ്ട് നമ്മുടെ നാട് മലീമസപ്പെട്ടു പോയി ഒരു ഘട്ടം. ആ മുടി അടിച്ചെടുത്തത് സമസ്തയാണ്. ആ മലിനമാക്കപ്പെട്ട ഭൂമികയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിനെ സമൂഹത്തെ പഠിപ്പിച്ചത് സമസ്തയാണ്. ഇനി ചില ആളുകൾക്ക് ആശയത്തിന്റെ പേരിൽ എവിടെ എത്തി? ആശയത്തിന്റെ ഭ്രമം സമ്പാദിച്ചു. 2 ഗ്രൂപ്പാ കാന്തപുരം ഇന്ന്. 2 ഗ്രൂപ്പ്. ഒന്ന് കാന്തപുരത്തിന്റെ ലേബിൾ ഒട്ടിച്ചുകൊണ്ട് നിൽക്കുന്ന പേരോട്, മറ്റൊന്നാവട്ടെ സാക്ഷാൽ പൊന്മളയും. പേരോട് വിഭാഗത്തിനാവട്ടെ അന്ധമായ കാന്തപുരാരാധന. അത് ഒരു പ്രേതം കണക്കെ നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു പുസ്തകം ജാമിയനൂരി ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങളത് പരമാവധി കോപ്പി കൈപ്പറ്റണം. എത്ര റുപ്യ? സംഭാവന തന്നു. കുട്ടികൾ സംഭാവന ഇൻഷാ അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രാസ്ഥാനികമായ സമസ്തയുടേതല്ലാത്ത സംഘടനയിൽ അവർ 2 വിഭാഗമായി. ഒരു കൂട്ടരുടെ ഏറ്റവും വലിയ വിഭ്രാന്തി കാന്തപുരത്തെ പുകയറ്റുന്നതിൽ അഹമിക മത്സരമാണ്. ഞാനോ നീയോ അതിന്റെ മുമ്പിൽ, എനിക്ക് കിട്ടണം പണം, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന മലയാള ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കപ്പെട്ടുകൊണ്ടാണ് ചിലരുടെ മത്സരം. പറയട്ടെ, ഒരാൾ പറഞ്ഞു റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്നൊരു മുടി, തലയിൽ നിന്ന് വേറൊരു മുടി, താടിയിൽ നിന്ന് വേറൊരു മുടി, അങ്ങനെ ശൈഖുനായെ ആദരിച്ചു. വല്ലാത്ത സന്തോഷം തന്നെ. ഇന്ന് അദ്ദേഹം വല്ലാത്ത ദുഃഖത്തിൽ റൂമിൽ പൂട്ടിയിട്ടപ്പെട്ടുപോയി. പിന്നീട് അങ്ങനെ വാഴ്ത്തപ്പെടുന്നവർക്ക് എന്തെല്ലാം ദുരിതങ്ങളാ ഉണ്ടായത്. ഞാനത് വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. അങ്ങനെ വേറൊരുത്തിന് തോന്നി ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ പോരാ, അള്ളാഹുന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലേക്ക് പെടുത്തട്ടെ. ഷൂറ കൂടുമ്പോൾ മുഖ്യ അതിഥിയ കാന്തപുരം എന്ന് പറഞ്ഞ ഔലിയാക്കന്മാരുടെ ഷൂറ. ഇതേ വീണ്ടും വേറൊരാൾ പറഞ്ഞു, അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിപുരുഷനാണ് എന്ന് പറയാം.
അല്ല റസൂലുള്ള തന്നെയാന്ന് പറയാം. വേറൊരാൾക്ക് തോന്നി അല്ല റസൂലുള്ളാനെ കാണണമെങ്കിൽ ഇയാളെ കണ്ടിട്ടേ പറ്റും. ഇയാൾ റെക്കമെൻഡ് ചെയ്യണം റസൂലുള്ളാന്റെ അടുത്ത് പോകരുത്. പിന്നെ തോന്നി അതൊന്നും പറ്റൂല, ഞാൻ ഒന്നുകൂടി കൂട്ടി പറയട്ടെ, എന്നാൽ എനിക്ക് നോട്ട് കെട്ട് കൂടുതൽ കിട്ടൂ. അല്ലാഹു തആലന്റെ തൊട്ടടുത്ത ആളാണ്. അപ്പൊ വേറൊരാൾക്ക് തോന്നി ഞാനെന്തിനാ മോശമാക്കുന്നത്, അല്ലാഹു തആല എന്ന് പറയാം. വേറൊരുത്തര് തോന്നി അല്ലാന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ അല്ലാന്ന് പറയണം. അല്ല വിചാരിക്കണമെങ്കിൽ ഇയാൾ വിചാരിക്കണം. പടച്ച റബ്ബ് തീരുമാനിക്കണമെങ്കിൽ ഇയാൾ തീരുമാനിച്ചിട്ടേ പടച്ച റബ്ബിന് അധികാരമുള്ളൂ. അതുകൊണ്ട് സൂപ്പർ അല്ല. ആ രൂപത്തിൽ മത്സരം എവിടെ ചെന്നെത്തിക്കും? ഒരു ഗ്രൂപ്പ് അങ്ങനെ, വേറൊരു ഗ്രൂപ്പിന്റെ ഭ്രാന്ത് മൂത്തിട്ട് സുന്നത്ത് ജമാഅത്ത് തന്നെ ഇല്ല, കിതാബ് തിരിയാനിട്ടല്ല, അവരുടെ കയ്യിൽ കുരുത്തം കൊടുക്കാൻ ആ സാധനമല്ല, ഉള്ളതാവട്ടെ കുരുത്തക്കേടേ ഉള്ളൂ, അതവർ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഗുരുത്തക്കേടിന്റെ ഭാഗമായിക്കൊണ്ട് കിട്ടിയതാണ് പൊന്മളക്കൊരു ഗുരുത്തക്കേട്. കിതാബ് തിരിയാത്തത് കൊണ്ടല്ല, സുന്നി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് റസൂലുള്ളാഹിന്റെ അത്ര നിലനിൽക്കൂ. ഇതല്ലേ വഹാബി പറഞ്ഞത്, ഇതല്ലേ ജമാഅത്ത് പറഞ്ഞത്, ഇതല്ലേ ഇപ്പോൾ കാന്തപുരത്തിന്റെ ഒരു ഗ്രൂപ്പ് പറയുന്നത്? നിലനിൽക്കുകയില്ല, ഖുർആൻ മാത്രമേ നിലനിൽക്കുന്നു. ജീവിതകാലത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്ന് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് മഴ കിട്ടണം. മദീന വരൾച്ച ബാധിച്ച റബ്ബിനോട് പറഞ്ഞിട്ട് മഴയെ കിട്ടിയപ്പോൾ സ്വഹാബത്ത് വന്ന് പറഞ്ഞു, ഹബീബായ തങ്ങളെ ഇനി മഴ മതി മദീനയിൽ, ഇനി വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയിക്കോട്ടെ. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ കൈ ചൂണ്ടി പറഞ്ഞു, പടച്ച റബ്ബേ, ഈ ഹബീബായ തങ്ങൾ ഏതൊരു ദിക്കിലേക്ക് കൈ ചൂണ്ടിയോ ആ ഭാഗത്തേക്ക് കാർമേഘം മാറി മഴ പെയ്തു. ഇനി ജീവിതകാലത്ത് കിട്ടിയ വീണ്ടും മദീന വരൾച്ചയിലേക്ക് പെട്ടു. ആരോട് പറയും? നേരെ സ്വഹാബത്ത് ചെന്ന് പരിശുദ്ധ റൗളയിൽ ചെന്നു, റസൂലുള്ളാഹിന്റെ റൗളയിൽ ചെന്നു. റൗളയിൽ കിടക്കുന്നു ഹബീബായ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അങ്ങയുടെ സമുദായം വരൾച്ച ബാധിച്ച് വിഷമിച്ചിരിക്കുകയാണ്, വെള്ളം തരണേ നബിയേ. ഖബറിൽ കിടക്കുന്ന, റൗളയിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് പറഞ്ഞത്, മഴയെ തരണ നബിയെ. ജീവിതകാലത്ത് എങ്ങനെയാണോ പറഞ്ഞത്, വഫാത്തിന്റെ ശേഷം ഹബീബായ തങ്ങളോട് പറയുന്നു, നേരെ യാ റസൂലല്ലാഹ്. ഇത് ഫതുഹുൽ ബാരിയിലും ഖസ്തലാനിയിലും ഒക്കെ ഉണ്ടല്ലോ സ്വഹീഹ ഹദീസ് കൊണ്ട്. മഴ കിട്ടി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റൗളയിൽ ചെന്ന് നബിതങ്ങളോട് ഇസ്തിഗാസ ചെയ്ത സ്വഹാബത്തിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇത് പൊന്മള കിതാബ് ഓതിയപ്പോൾ കാണാതെ പോയതല്ലല്ലോ. രണ്ടും അപകടമാണ്. ഒരു കൂട്ടർ സുന്നിന്ന് പോയി, ഞങ്ങൾ ആരെയും പുറത്താക്കുന്നില്ല, പുറത്താക്കുന്ന പണി ഞങ്ങൾക്കല്ല, നിങ്ങൾ തീരുമാനിച്ചോ, അകത്തോ അത് പുറത്തോ. ഇതൊക്കെ വന്നത് പണത്തിന്റെ പേരിലാണ്, പണാധിപന്റെ പേരിലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷികം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നു. വമ്പിച്ച ജനക്കൂട്ടം. ആ സമ്മേളനത്തെ പറ്റി മലയാള മനോരമയുടെ ഫസ്റ്റ് പേജിന്റെ ബോക്സ് ന്യൂസ് എന്താ? 10 ലക്ഷം ജനങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട്ട്. അതുവരെ വേറെ സമ്മേളനം അവിടെ നടന്നിട്ടില്ല. ആ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യുന്ന ബഹുമാനപ്പെട്ട കണ്യത്തുസ്താന്റെ ദുആക്ക് നേതൃത്വം നൽകുന്ന ആളാണ്. ഈ സമ്മേളനത്തിന്റെ ഫോട്ടോ പല പത്രത്തിൽ വന്നു. ആ ഫോട്ടോ സന്ദർഭത്തിൽ നിന്ന് കൊണ്ട് എടുത്തിട്ട് നേരെ കാന്തപുരം മർക്കസിന്റെ ബുക്ക്ലെറ്റിലേക്ക് കയറ്റി. മർക്കസിന്റെ ബുക്ക്ലെറ്റ്, മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ആളുകൾ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിക്കുറിപ്പ്. ഫോട്ടോ സമ്മേളനം സമസ്തയുടേത്, അടിക്കുറിപ്പ് മർക്കസിന്റേത്. അറബിയിലാണ്. പക്ഷേ എല്ലാം ചെയ്ത കൂട്ടത്തിൽ അറബിക്കടൽ വെട്ടി മാറ്റാൻ മറന്നുപോയി. അറബിക്കടൽ ആ ഫോട്ടോയിൽ പെട്ടിരുന്നു. ബഹുമാനപ്പെട്ട നാട്ടികവി മുസ്ലിയാർ നവറല്ലാഹു മർഖദ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, അദ്ദേഹം പ്രസംഗിച്ചു, അല്ലേ എബി, അറബിക്കടലിൽ ഫോട്ടോയിലുണ്ടല്ലോ മർക്കസ് എന്ന അറബിക്കടലിലേക്ക് ചെന്നത്, അതല്ല അറബിക്കടൽ എന്ന കാരന്തൂരിലേക്ക് തിരിച്ചെത്തിയത്.
രണ്ടിലൊന്ന് പ്രസംഗം. അതാണ് നാട്ടിക. വീണ്ടും കാന്തപുരത്തിന്റെ വേറൊരു കരണം മറച്ചു, അറബിയിൽ വേറൊരു ലഘുലേഖ. ആ ലഘുലേഖയിൽ പറഞ്ഞതെന്താ? ഓരോ മാസവും മർക്കസ് മുഖേന 3000 ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. ഒരു ദിവസം, ഒരു വർഷത്തിലല്ല, ചരിത്രത്തിലല്ല, ഓരോ മാസം 3000-ഓളം ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. അറബി ലഘുലേഖർ ഹിന്ദു സമുദായത്തിൽ നിന്ന്, നസാറാക്കളിൽ നിന്നുകൊണ്ട്, യഹൂദികളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് ചോദിച്ചു, ഒരു മാസം 3000 ആളുകൾ, 3000 ആണ്, ഒരു മാസം 3000 ആളുകൾ മർക്കസ് മുഖേന ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ സുന്നത്ത് നിർവഹിക്കാൻ ഏത് യന്ത്രമാ AP നിങ്ങൾ ഫിറ്റ് ചെയ്തെന്ന് ചോദിച്ചു. സംഗതി നടക്കണ്ടേ? കാന്തപുരത്തിന് മറുപടിയില്ല. നാടാകെ പുകില് നടത്തിയില്ലേ? ഏതെല്ലാം ഒക്കെ തട്ടിപ്പാണ്. സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകം പഠിക്കാൻ പാടില്ല എന്നാ പറഞ്ഞു. അറബറ ഓർമ്മ വരും, അതുകൊണ്ട് അത് പഠിക്കണ്ട. അതേ പാഠം ശിവകാശി പ്രസിൽ പോയി കട്ടു, വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വിറ്റു, 20 സൈറ്റം സമസ്ത പിടിച്ചു, സമസ്തക്ക് അനുകൂലമായി കേസ് വിധിച്ചു. പാഠപുസ്തകം പറ്റൂല, പക്ഷെ അത് കട്ടടിക്കാം. ജീവിതകാലത്ത് ഇവരൊക്കെ മോശമായിരുന്നു, പക്ഷെ മരിച്ചാൽ അവിടെ പേരിൽ സ്മരണിക. കണ്യത്തുസ്താദിന് അത്തും വിത്തും എന്ന് പറഞ്ഞു, കണ്യത്തുസ്താദ് ഉപ്പുഞ്ചാക്കാണെന്ന് പറഞ്ഞു, കണ്യത്തുസ്താദിനെ ലെവല് തെറ്റി എന്ന് പറഞ്ഞു. ആ കണ്യത്തുസ്താദ് വഫാത്തായപ്പോൾ മഹാനവറുകളുടെ പേരിൽ സ്മരണിക അടിച്ചിറക്കിക്കൊണ്ട് വിറ്റ് കാശുണ്ടാക്കി. ശംസുൽ ഉലമയുടെ പേരിലും സ്മരണിക. ഏതെല്ലാം വേഷം കെട്ടലുകളാണ്, എന്തെല്ലാം തട്ടിപ്പുകളാണ്. തട്ടിപ്പിന്റെ നീണ്ട പട്ടികകളല്ലേ കണ്ടത്? അബ്ദുന്നൂർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം സ്വദേശി 100 കോടിയാ കട്ടത്. 100 കോടി. ആ 100 കോടി കട്ട അബ്ദുന്നൂർ മുങ്ങി. ദുബൈയിൽ ചെന്നുകൊണ്ട് അന്വേഷക സംഘം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു 51 കോടിക്ക് അഡ്രസ് ഉണ്ട്, 49 കോടിക്ക് അഡ്രസ് ഇല്ല. അതാരാ? അത് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ വരണ്ട, നിങ്ങൾ മർക്കസിൽ AP-യോട് ചോദിച്ചാൽ മതി, അയാൾക്ക് അതിനെപ്പറ്റി അറിയോ. 49 കോടി. അവസാനം മർക്കസിലെത്തി. 10 ദിവസം, ഒരാഴ്ച കാലം മർക്കസിൽ കഴിഞ്ഞുകൂടി. മർക്കസ് അധികൃതരോട് അന്വേഷക സംഘം ബന്ധപ്പെട്ട് ഒന്നുകിൽ നിങ്ങൾ അയാളെ പുറത്തു കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ റെയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ കോടതിയിൽ കീഴടങ്ങണം. മൂന്നാമത്തെ ഓപ്ഷൻ അംഗീകരിച്ചു. കോടതിയിൽ കീഴടങ്ങി. തിരൂർ കോടതി റിമാൻഡ് ചെയ്തു. ഇന്ന് അബ്ദുന്നൂർ ജയിലിലാണ്. അബ്ദുന്നൂറിനെ പറ്റി പത്രക്കാർ ചോദിച്ചു, AP കണ്ടിട്ടില്ല, കുറ്റിപ്പുറം എന്ന നാടുണ്ടോ? ഞാൻ അയാളെ കേട്ടിട്ടില്ല. അബ്ദുന്നൂർ എന്ന് പറയുന്നത് ഇവരുടെ അഖിലേന്ത്യാ കമ്മിറ്റി എന്ന് പറയുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ജനറൽ സെക്രട്ടറിക്ക് ഓർഗനൈസറെ അറിയില്ല, അത്രേ സംഘടനയ്ക്ക് സെറ്റപ്പ് ഉള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. അറിയില്ല. അബ്ദുന്നൂറിന്റെ കമ്പനി ഉദ്ഘാടനം ചെയ്ത് നാട് മുറിച്ച് ഉദ്ഘാടനം ചെയ്തത് AP-യാണ്. അബ്ദുന്നൂറിന്റെ കൂടെ യാത്ര ചെയ്ത നിരവധി ക്ലിപ്പിങ്ങുകൾ എല്ലാ ചാനലും സംപ്രേഷണം ചെയ്തതാണ്. അബ്ദുന്നൂറുമായി ഒരുപാട് വേദി പങ്കിട്ട ചിത്രങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അബ്ദുന്നൂർ കാന്തപുരത്തിന്റെ ബിനാമിയാണ്. 100 കോടിയുടെയും ഉത്തരവാദി സാക്ഷാൽ കാന്തപുരമാണ്. സരിതയ്ക്ക് പിന്നാലെ പോകുന്ന പത്രക്കാർ ഞങ്ങളത് ആരോപിക്കുകയാണ്. എന്തെല്ലാം കാട്ടിക്കൂട്ടലുകളാണ് നടത്തിയത്. ഞങ്ങൾ ഒരുപക്ഷെ അബ്ദുന്നൂറിന്റെ ക്ഷമിച്ചേക്കാം, ജനങ്ങളോട് പറഞ്ഞാൽ മതി. ഞങ്ങൾ ക്രസന്റ് സിമന്റ് ഫാക്ടറിയുടെ തട്ടിപ്പ് പുറത്തേക്കാം. ഞങ്ങൾ മാള മെഡിക്കൽ കോളേജിന്റെ തട്ടിപ്പ് ക്ഷമിച്ചേക്കാം, ഞങ്ങട്ടേക്കാം. പക്ഷെ ഞങ്ങൾ പൊറുക്കാത്തൊന്നാണുള്ളത്, അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതറ്റം വരെ പോകേണ്ടി വന്നാലും
കാന്തപുരത്തിന്റെ അടിവേര് പുറത്തു കൊണ്ടുവരും ഞങ്ങൾ. അതിന്റെ പേര് കാന്തളി വന്നു. അദ്ദേഹം ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പൊ ക്യാപ്സൂളുകളായി ഇങ്ങനെ പല വേദികളിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അങ്ങനെ എത്രയെത്ര വേദികൾ, എത്രയെത്ര ആളുകൾ വരാനുണ്ട്. പക്ഷെ വരുന്നവരെ നിങ്ങൾ മയക്കുമരുന്ന് കൊടുത്തിട്ട് വേണ്ടാത്ത വൃത്തികേട് കാണിച്ച് ഒതുക്കി നിർത്താനാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നട്ടെല്ല് നിവർത്തുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സുന്നത്ത് ജമാഅത്തുണ്ടാവും. പക്ഷേ ആണും പെണ്ണും കെട്ട കളിക്കുകയാണെങ്കിൽ ഞങ്ങളില്ല. അത് ചില ആൾക്കാരുണ്ട്, ചോറും അല്ല കഞ്ഞും അല്ല ചൊറിഞ്ഞ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒന്നുകിൽ ഇതിന്റെ കൂടെ നിൽക്കണം, അതിനുള്ള നട്ടൽ നിവർത്തണം. അത് അഹസന് നിർത്തിയാൽ ആ കൂടുതലുണ്ടാവും. അതിന് ഏതൊറ്റക്കും ഒറ്റയാൻ പട്ടാളം നിർവഹിക്കാൻ തയ്യാറായ രാമന്തളിക്ക് ഈ പ്രസ്ഥാനം കൂടെ ഉണ്ടാവും. അതുപോലെ ഇനി ആര് വരാനുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവും. പക്ഷെ അതല്ല, ഒരു ഭയപ്പാടോടുകൂടി കണ്ടിട്ട് അവിടുത്തെ പണട്ട് പോരാനും തോന്നുന്നില്ല, ആശയം അതിലോട്ടില്ലതാനും. ആക്രമത്തിൽ നന്നാക്കണമെങ്കിൽ സമസ്തന്റെ കൂടെ വരികയും വേണം. എന്ത് ചെയ്യണമെന്നറിയാതെ പണമോ ആഹ്റമോ വലുത് എന്ന കൺഫ്യൂഷൻ പെട്ട ആളുകൾ അവസാനം വിധി എഴുതുമ്പോ സമസ്തയുടെ ആശയം മനസ്സിലാക്കപ്പെടും എന്ന കാര്യം തീർച്ചയാണ്. വരുമെല്ലാരും. എവിടെ പോകാനാ വരാതെ? ഞങ്ങൾ പറയുന്നു, സ്വന്തം മകനും മരുമകനും മാത്രമായി ആ കമ്പനി ഒറ്റപ്പെടും. രാമന്തളി പറയുന്ന പോലെ ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോ. എല്ലാവർക്കും വരാം. ആരാ വരാതിരിക്കുക? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴിയേ ശരിയായ വഴിയുള്ളൂ. അതിലേക്കാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമസ്ത ഒരു നിലപാട് പറയും. സമസ്തയുടെ നിലപാടിന്റെ കൂടെയാണ് ഈ സമൂഹം എല്ലാ കാലത്തുമുള്ളത്. സമസ്തയുടെ നിലപാടിന്റെ കൂടെയാണ് എല്ലാ പ്രസ്ഥാനമുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, തമിഴ്നാട്ടിലും കർണാടകയിൽ പൊതുവെ കേരളത്തിൽ മുഴുവൻ സമസ്തയുടെ നിലപാടാണ് ഇസ്ലാമിന്റെ നിലപാട്. ഞങ്ങളതിൽ നിങ്ങൾ ആരും തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലൊരു മാസപ്പിറവുണ്ടായി. മാസപ്പിറവി വിവാദം ഉണ്ടായപ്പോൾ ഇപ്പൊ സമസ്ത ഉറപ്പിക്കുന്നിടത്തെ കാര്യങ്ങൾ നടക്കാറുള്ളൂ. കാന്തപുരം മുസ്ലിയാർ സ്ഥലത്ത് ഉറപ്പിച്ച് നോക്കി. മൂപ്പര് വിടല്ല, മൂപ്പര് വേറെ എവിടെയാണ്, എന്നാലും ഉറപ്പിച്ചു. വയനാട് ജില്ലാ കാളിയോട് പറഞ്ഞു, നിങ്ങൾ മാസം ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ചിട്ടില്ല, നിങ്ങളെ പേരിൽ ഉറപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പത്രക്കാർ നിങ്ങളുടെ പേരിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അവസാനം പെരുന്നാളൊന്ന് കഴിച്ചു വെക്കാൻ വിചാരിച്ചു. എന്റെയും രാമന്റെ സ്വന്തം തീരുമാനിച്ചു, ഞങ്ങളുടെ ആളെ എത്ര ഉണ്ടെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. അതിന് പറ്റിയ പണി മാസം വിലങ്ങത്തിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ വേറെ ദിവസം പെരുന്നാൾ ഉറപ്പിച്ചു നോക്കുമ്പോൾ ഉള്ള ചോറും ചക്കയിലൊട്ടി. ഇത്രേ ആളുള്ളൂ എന്ന് ബോധ്യപ്പെട്ടു. ഇനി സുപ്രയോളം വട്ടത്തെ കണ്ടാലും ഞാൻ മാസം ഉറപ്പിക്കൂലെന്ന് ഇപ്പൊ എപ്പി. അതൊക്കെ പെരുന്നാളൊക്കെ ഉറപ്പിക്കാൻ പാണക്കാട് തങ്ങന്മാരും മതി. അതൊക്കെ സമസ്തന്റെ ഉലമാക്കൾ, സമസ്തയുടെ കാലിമാർ, അവർ ഉറപ്പിക്കട്ടെ. ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ ഉറപ്പിച്ചു, കണ്ടു, മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നു. കഴിഞ്ഞതിന്റെ തൊട്ടു മുന്നത്തെ ചെറിയ പെരുന്നാൾ. ആ ചെറിയ പെരുന്നാളിന് മാസം കാണാൻ സാധ്യതയുണ്ടെന്നാണ് മുജാഹിദുകളുടെ കണക്ക്. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം കാണാം. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടു എന്നറിഞ്ഞപ്പോൾ ഇടിയങ്ങരയിൽ മുജാഹിദുകൾ അല്പസ്വല്പമുള്ള സ്ഥലമാണ്. മുജാഹിദിലെ രണ്ടാളുകൾ ഇത് കണ്ടു. അവർ കണ്ടപ്പോ രണ്ട് സലഫി പ്രവർത്തകർ അവരെ പെട്ടെന്ന് ചാക്കിട്ട് കാറിൽ കയറ്റി. ഇവിടെ നിന്നും മിണ്ടണ്ട്, നമുക്ക് നേരെ പോകാൻ. അവർ നേരെ പോയത് ഹുസൈൻ മടവൂരിന്റെ ഓഫീസിലേക്കാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പറഞ്ഞു, ഇതാ ഞങ്ങളുടെ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ടാള് മാസം കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പെരുന്നാൾ ഉറപ്പിക്കണം. നിങ്ങൾ ഉറപ്പിച്ചാൽ മറ്റുള്ളവർ ഉറപ്പിക്കും. ഇല്ലെങ്കിലും പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഉറപ്പിച്ച ക്രെഡിറ്റ് നമുക്ക് കിട്ടണം. അതുകൊണ്ട് ഹുസൈൻ മടവൂരിനോട് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഹുസൈൻ മടവൂർ, നിങ്ങൾ എവിടുത്തുകാരാണ്? നിങ്ങൾ എങ്ങനെയാ കണ്ടത്? നിങ്ങൾ എപ്പോഴാ കണ്ടത്? അതൊന്നും ചോദിക്കാൻ നിന്നില്ല. ഹുസൈൻ മടവൂർ പറഞ്ഞ, നേരെ ഇറങ്ങിക്കോ. ബഹുമാനപ്പെട്ട കോഴിക്കോട് കാല സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളുണ്ടാവും അവിടെ ചെന്നിട്ട് കാര്യം പറഞ്ഞപ്പോൾ അതുമായിട്ട് വരണ്ടാണ്. എന്താ കാരണം? ഞാൻ ഉറപ്പിച്ചിട്ട് കാര്യമില്ല, ഉറക്കൂല. സമൂഹം അംഗീകരിക്കണ്ടേ? കാന്തപുരം ഉറപ്പിച്ചുറക്കുന്നില്ല, മുജാഹിദ് ഉറപ്പിച്ചുറക്കുന്നില്ല. ജമാഅത്ത് ഇസ്ലാമി പണ്ടേ പറഞ്ഞതാണ്, സമസ്തയുടെ ഖാലിമാരാണ് പെരുന്നാൾ ഉറപ്പിക്കേണ്ടത്, അത് ഞങ്ങളല്ല. അതുകൊണ്ട് ഇവിടുത്തെ ജമാഅത്തിനറിയാം, മുജാഹിദിനറിയാം, കാന്തപുരത്തിനറിയാം, സംസ്ഥാനക്കറിയാം, ഇവിടെ സമസ്ത തീരുമാനിക്കണം മുസ്ലിം സമുദായത്തിന്റെ ആശയ പ്രശ്നങ്ങളെ. സമസ്ത പറയും. ഇല്ലെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു.
മാസപ്പിറവിന്റെ കാര്യത്തിലല്ല, സമസ്ത പറയാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്വന്തമായ നിലപാടെന്ന് പറഞ്ഞു നോക്ക്, ഒറ്റപ്പെടും. പറഞ്ഞില്ലേ? ഇവിടെ വിവാഹപ്രായത്തിന്റെ കാര്യത്തിൽ സമസ്ത പറഞ്ഞു 18 വയസ്സിന്റെ താഴോട്ട് മുസ്ലിം സമുദായത്തിന് ചില പരിഗണന തരണം. ചില ഭാഗത്തൊക്കെ അങ്ങനെ പ്രശ്നമുണ്ട്. 16 വയസ്സോ 17 വയസ്സോ ആയ പെൺകുട്ടികൾ വിവാഹം കഴിക്കേണ്ടത് അനിവാര്യ ഘട്ടം വന്നാൽ അത് അനുമതി കൊടുക്കണം. ഒരു പക്ഷേ കർണാടകയിലേക്ക് ചെകുത്താന്മാർ കുടിയേറി പാർത്തിരിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി SKSSFന്റെ പ്രവർത്തകരോട് പറയുന്നു, കൃത്യമായി നമ്മൾ ജാഗ്രത പാലിക്കണം. നമ്മുടെ പെൺകുട്ടികളെ ചില പ്രത്യേക സാഹചര്യത്തിൽ അനിവാര്യ ഘട്ടത്തിൽ അപൂർവങ്ങളാണെങ്കിൽ പോലും അവർക്ക് വിവാഹം ചെയ്യാനുള്ള അനുമതി കിട്ടണം. വേശ്യാവൃത്തി കടന്നു വരാതിരിക്കാൻ, അവിടെ ചാരിത്രത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വിവാഹം നേരത്തെ വേണമെന്ന മാതാപിതാക്കൾക്കും കുടുംബത്തിനും തീരുമാനമെടുക്കാൻ സാധിച്ചാൽ അത് വിവാഹത്തിന് അനിവാര്യ സാധ്യത വേണം. ഇത് സമസ്ത പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ AP അബൂബക്കർ ഇസ്ലാം പറഞ്ഞു, അത് ഇസ്ലാം പെട്ടതല്ല, ആ പാഠം ഇസ്ലാമികമല്ല. മുസ്ലിം സംഘടനകൾ അവിടെ യോഗം ചേർന്നെടുത്ത തീരുമാനം തെറ്റാണ്. അതുകൊണ്ട് ആ തീരുമാനം പുനഃപരിശോധിക്കണം, ആ തീരുമാനം എതിർക്കണം. എങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞോളാം. സമസ്തയും മറ്റുള്ളവരൊക്കെ കൂടി ഇരുന്ന് തീരുമാനിച്ചത് അത് ശരിയായില്ല, ചേലുകൂലായിട്ടില്ല, ഞാൻ പറയും എന്ന് പറഞ്ഞു. അത് ഞാൻ എപ്പോഴാ പറയാ? ഞാൻ പറഞ്ഞിരുന്നു കുറച്ചു മുമ്പ്. 3 മാസം മുന്നേ അദ്ദേഹം പറഞ്ഞു വിവാഹപ്രായം 16 ആക്കണം. വിവാഹപ്രായം 16 ആക്കണം, 16 വയസ്സ് വിവാഹത്തിന്റെ പ്രായം നിശ്ചയിക്കണമെന്ന് കാന്തപുരം പറഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് 16 എന്ന് പറഞ്ഞ 18ന്റെ താഴെയാണ്. ഇതാർക്കാ തിരിയാത്തത്? 18 വയസ്സ് പറ്റൂല, 16 വയസ്സ് തന്നെ ആക്കണം. കൊല്ലം മുന്നേ ഒരു പ്രസ്താവന കൊടുത്തു അദ്ദേഹം. എന്താ പറഞ്ഞത്? പത്രക്കാർ ചോദിച്ചു, ഇസ്ലാം എന്തിനാ ഒന്നിലധികം പെണ്ണ് കെട്ടാൻ പറഞ്ഞു? ബഹുഭാരത്യം ഇസ്ലാം സമ്മതിച്ചത് എന്തുകൊണ്ടാണ്? പത്രക്കാരുടെ ചോദ്യത്തിന് APയുടെ 1 മാസത്തിൽ 6 or 7 ദിവസം ആർത്തവമുണ്ടാകും, ആ സമയത്ത് അവളുമായി ശാരീരിക വരും, അതുകൊണ്ട് ഇസ്ലാം ഒന്നിലധികം പെണ്ണ് കെട്ടാൻ പറഞ്ഞു. BM സൂറ പറഞ്ഞു 1 മാസത്തിൽ 6 or 7 ദിവസം APക്ക് അടങ്ങിയിരുന്നൂടെ? പുരുഷവർഗത്തിന് മുഴുവൻ കേട്ടാണ്. ആകാശത്തിന്റെ ചുവടെ എന്തൊക്കെ പറയാനുണ്ട് അതൊക്കെ മൂപ്പര് പറയും. ഭൂമിക്ക് മേലെ ഏതൊരു കാര്യത്തിലും എൻഡോസൽഫാൻ വന്നപ്പോൾ മുമ്പൊക്കെ നിലപാട് പറഞ്ഞു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് ആഴ്ചയും അദ്ദേഹത്തിന് കടിഞ്ഞു പോയിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രസ്താവന അദ്ദേഹം പറയാത്തതില്ല. നിലപാടുകൾക്ക്, കോടതി വിധികൾക്ക്, ഗവൺമെന്റ് തീരുമാനങ്ങൾക്ക് പ്രതികരിക്കാത്ത ഒരൊറ്റ വർത്തമാനമേ പറഞ്ഞിട്ടുള്ളൂ. മെനിയാണ് സുപ്രീം കോടതി പറഞ്ഞു സ്വവർഗരതി പാടില്ല. അതിനെപ്പറ്റി മുമ്പ് മിണ്ടിയിട്ടില്ല. ബാക്കി എല്ലാ കാര്യത്തിനും അദ്ദേഹം പ്രസ്താവന കൊടുത്തു. എന്താ നിക്കറിയില്ല, രാമനലിക്കറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത് സമ്പത്ത് ജമാഅത്താണ്. ബാക്കിയെല്ലാം രാമനലി അതിന്റെ പൂരിപ്പിക്കും. കാര്യങ്ങൾ അദ്ദേഹം പറയട്ടെ, നമുക്ക് കേട്ടിരിക്കാം. പരിശുദ്ധമായ സമസ്ത കേരള ജമീയത്തുലമയുടെ പ്രചാരകരാവാൻ നമ്മൾ തയ്യാറാവുക. അതോടൊപ്പം തന്നെ അല്ലേ 5-നല്ലേ ആ പൊതുസമ്മേളനത്തിൽ കർണാടകയിൽ നിന്നുകൊണ്ട് പരമാവധി വാഹനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ PMS പൂക്കുവറ്റങ്ങൾ നഗരിയിലെത്തണം. ബഹുമാനപ്പെട്ട ഉലമാഇന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. SYSന്റെ 60ാം വാർഷിക സമ്മേളനം ഫെബ്രുവരി മാസം 2014 ഫെബ്രുവരി മാസം 14, 15, 16 തീയതിയിൽ വാദി ത്വയ്ബയിൽ കാസർഗോഡ് നടക്കുകയാണ്. ആ സമ്മേളനത്തിന് തിരുവനന്തപുരത്തു നിന്നുകൊണ്ടും ആളുകൾ വരുന്ന സമ്മേളനം, ദ്വീപ് പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് ആളുകൾ വരുന്ന സമ്മേളനം. ആ സമ്മേളനത്തിൽ കാസർഗോഡ് പട്ടണത്തെ കിടലം കൊള്ളിക്കുന്ന ആ ജനബാഹുല്യത്തിൽ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുടെ സദസ്സിൽ ഒരാമീൻ പറയാൻ എന്റെ പ്രിയപ്പെട്ട സുന്നി പ്രവർത്തകരെ നിങ്ങളും ഉണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.